ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എനിക്കൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയി. എനിക്ക് പല്ല് ഡോക്ടറൊന്നും കാണാം. എനിക്കിവിടെ ഈ ഏരിയയില്ലേ നമ്മുടെ അവിടെ ലാസ്റ്റ് അവിടെ അങ്ങനെ ഒരു വീക്കം പോലെ കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നീർവീഴ്ചയുള്ള സമയത്താണ് കൂടുതലും ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ല വേദന ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം. കുറച്ച് ദിവസമായി ഇങ്ങനെ പോകണം എന്ന് വിചാരിക്കണം. ഭയങ്കരമായിട്ട് ഈ ഒരു ഭാഗം ഒരു ചെറുതായിട്ടൊരു വീക്കം പോലെ ഇവിടെ ഉണ്ടോ എന്നൊരു തോന്നലില്ല, ഇല്ലാതില്ല. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് വരട്ടെ. കുട്ടികൾ വരുമ്പോഴേക്കും പോയി വന്നിട്ട് വേണം പിന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ആഞ്ചലൊരു തലയ്ക്കൊരു തലചിട്ടണം പോലെയുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നമാണോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് കുറച്ച് ദിവസമായി ഇങ്ങനെ നിൽക്കണം. അപ്പം ഇനി ഏതായാലും അത് കാണിക്കാമെന്ന് വിചാരിച്ചു. വിട്ടിട്ട് ഇങ്ങനെ കടന്നതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇനി പോയി വരണം. പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിള്ളേർക്ക് എന്തെങ്കിലും ചായക്ക് സ്നാക്സ് അവിടെ നിന്ന് മേടിച്ചിട്ട് വരാം. അപ്പം അത് കാരണം തലചിറ്റലുള്ള കാരണം ഞാൻ നല്ല വേദനയുണ്ട്. ഇവിടെ ഇങ്ങനെ നാവ് തട്ടുമ്പോഴൊക്കെ വേദനയ്ക്കുണ്ട് കേട്ടോ. കറിയായിട്ട് ഫുഡൊന്നും ചോറും മീൻകറി ഇരിക്കുന്നുണ്ട്. മീൻ വറുക്കാൻ മസാല പുരട്ടി ഇരിക്കണം. എന്തെങ്കിലും സ്നാക്സ് അവർ വരുമ്പോഴേക്കും വേഗം ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഡോക്ടറെ കാണിച്ച് നോക്കാം, എന്താ പറയണതെന്നുള്ളത് നോക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കും. അപ്പോൾ എന്തായാലും പോരും നമുക്ക്. ഇവിടെ ഇങ്ങനെ വാരി മടക്കി കിട്ടിയിട്ടുണ്ട്. ഷോളുണ്ട്, അതിൽ കൂടെ എടുക്കട്ടെ. അപ്പം നമുക്ക് പോയിട്ട് വരാട്ടെ. ഞാൻ ഒറ്റയ്ക്ക്, അതുകൊണ്ട് വീഡിയോ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അവിടെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അപ്പോഴും. എന്തായാലും നമ്മൾ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. ഓക്കെ, ഒറ്റയ്ക്ക് പോകേണ്ടതിൻ്റെ ഒരു ചടപ്പും പേടിയൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ കേസ് ആകുമ്പോൾ എനിക്ക് ഇത്തിരി പേടി കൂടുതലാണ്. എന്തൊക്കെയാണ് അവർ പറയാൻ, ഇപ്പോൾ ഇത് എന്താവും എന്നുള്ളത് തന്നെ ഞാൻ ഇവിടുന്ന് ചിന്തിച്ച് കൂട്ടി ആ ഒരു രോഗം വലിയൊരു രോഗമാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ഇമാജിൻ ചെയ്ത് വെക്കും കേട്ടോ. അതാണ് പേടി എന്ന് പറയുന്നത്. അല്ലാത്ത കാര്യത്തിനൊന്നും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പേടിയും കാര്യങ്ങളൊന്നുമില്ല. നടക്കണം ഗൈസ്, നമ്മൾ അവിടെ വരെ താഴെ വരെ നടക്കാണ്ട്. ഓട്ടോ കിട്ടില്ല അവിടുന്ന്. നോക്കാൻ കിട്ടുകയാണെങ്കിൽ പോവാം. നടക്കാൻ ഇത്തിരി അങ്ങോട്ട് ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. മറ്റേത് പൂജയൊക്കെ ഉണ്ടെങ്കിൽ അവൾ അങ്ങോട്ട് എടുത്തോളുമല്ലോ. എനിക്ക് അങ്ങനെ നടന്നാൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് ഞാൻ നടക്കുകയും വേണം, ഇതെടുക്കുകയും വേണം, അതങ്ങോട്ട് ഷേക്ക് ആവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചുകൊണ്ട് ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. വണ്ടി വിളിക്കേണ്ട ദൂരട്ടില്ലേ ഇനിയും. ഇതാണ് നമ്മൾ വന്നിട്ടുള്ള ഡെൻ്റൽ കെയർ എന്ന് പറയുന്നത്. ക്ലിനിക്കിൻ്റെ പേര് വന്നിട്ട് സ്മൈൽ ഡെൻറ്റൂസ് എന്നാണ് കേട്ടോ. നമ്മുടെ കുളമംഗലത്ത് തന്നെയാണ്. ഞാൻ കുറേ ആയി ഇവിടെ വരണം എന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മൾ കയറി ഡോക്ടറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ സൂപ്പർ ഡോക്ടേഴ്സാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും അവർ വിശദമായി നമ്മളെ ഇരുത്തി പറഞ്ഞു തന്ന് അങ്ങനെ വല്ലാത്തൊരു വൈബായിരുന്നു അവിടെ ചെന്നപ്പോൾ. അങ്ങനെ പിന്നെ അവിടെയൊക്കെ കാണിച്ച് ഞാൻ വേഗം ഒരു ഷോപ്പിൽ കയറി പിള്ളേർക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് 4 പൊറോട്ടയും 2 പഴംപൊരിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് നല്ലോണം ഇതിൻ്റെ തലവേദന എന്താണാവോ, പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊന്നും ഉണ്ടാക്കാനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് കുറച്ച് പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വണ്ടിയിൽ. അതും കൂടെ മേടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നോ, പോയി വന്നു. അവിടുന്ന് നടന്നിട്ട് ശ്വാസം കിട്ടില്ല കേട്ടോ. പിന്നെ അവിടുന്ന് ഓട്ടോയ്ക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ദൂരവും ഇല്ല. എന്നാൽ നടക്കാനല്ലേ, അതല്ല വെച്ച് പിടിച്ചൊക്കെ നടക്കാം. പിന്നെ പിള്ളേർക്ക് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വന്നാൽ കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് മേടിച്ചു. പൊറോട്ട പിന്നെ 2 പഴംപൊരിക്ക് ചായക്ക് വേണ്ടിയിട്ട്. പിള്ളേർക്ക് പൊറോട്ട ഉണ്ട്. പിന്നെ പുളി കണ്ടായിരുന്നു അവിടെ. നമുക്ക് പുളി കഴിഞ്ഞായിരുന്നു ഭാഗ്യത്തിന്. ആ പുളിവണ്ടി കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ, അയ്യോ പുളി വരുന്നില്ല. അപ്പോൾ അവിടെയുള്ള ഏട്ടന്മാർ പറഞ്ഞു നല്ലതാണ്, വാങ്ങിക്കോ, നല്ല പുളിയാണ്, നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണതിൽ കൂടുതൽ ഇങ്ങനെ പൊട്ട പുളികളുണ്ടാവും. ഇത് നല്ല 90 രൂപ. അപ്പോൾ അതവിടെ വാങ്ങിക്കുക. ഇനി നമുക്ക് ക്ലീനിങ് ഉണ്ട്. എനിക്കിന്ന് തുടയ്ക്കാൻ വേണ്ടി വയ്യ. അയ്യോ ചപ്പ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ വയ്ക്കട്ടെ ഇത്. അപ്പോൾ തുടയ്ക്കാൻ ഇന്ന് നമുക്ക് വയ്യ. മൊത്തത്തിൽ അടിച്ചു വാരിയിടണം. തിരുമ്പാനുണ്ട് 2 ഇങ്ങനെ വെച്ചൊരു സുഖമില്ല അല്ലേ. അപ്പോൾ തുടങ്ങിയിട്ടില്ല. അടിച്ചു വാരിയിട്ടിട്ട് തിരുമ്പാണ്ട്, അത് തിരുമ്പണം. ഞാൻ പിള്ളേർക്ക് കറി ഇരിക്കുന്നുണ്ട്. ഇന്നലത്തെ മീൻ കറി ഉണ്ട്. ഞാൻ 2 മീൻ വറുത്ത് വയ്ക്കട്ടെ. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും എൻ്റെ യൂണിഫോം മാറട്ടെ. നല്ല പുതിയ ടോപ്പാ. ഇതിട്ട് നിന്നിട്ട് ഞാൻ ഇനി അഴുക്കാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ അങ്കത്തട്ടിലേക്ക് കിടക്കാം. മീൻ വറുത്ത അവർക്കുള്ള കാര്യങ്ങളാക്കി വെച്ചിട്ട് വേണം എനിക്ക് ക്ലീൻ ചെയ്യും. ചിലപ്പോൾ ഞാൻ തുടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തുടയ്ക്കാതെ പോയി പറഞ്ഞ പോലെ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുടച്ചുകൂടായിക്കില്ല. എന്തായാലും നമുക്ക് വെക്കണ പോലെയൊക്കെ ചെയ്യാം. ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. ഒന്ന് രാവിലെ തുന്നാൻ വേണ്ടിയിരുന്ന മിഷേൻ ഇരുന്നിട്ട് ഊരാ പോയി. അതങ്ങനെ എടുക്കാത്ത ആ കിട്ടിയ പൈസ നേരെ നമ്മളിപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു സന്തോഷം. എന്തായാലും കുഴപ്പമില്ല. അത് പിന്നെ അറിഞ്ഞപ്പോൾ സമാധാനം. മറ്റേതിന് എന്താണെന്നുള്ളത് അറിയാഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്താണെന്നുള്ളത്.
സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സീനൊന്നുമില്ല, വീക്കം സീനില്ല. അവരപ്പം തന്നെ എക്സ്റേ എടുത്ത് നോക്കി, നല്ല ഡോക്ടറാണ് കേട്ടോ. അവർ പറഞ്ഞു യൂട്യൂബ് ചാനൽ, ഞാൻ കയറിയപ്പോൾ തന്നെ എന്നോട് വെച്ചത് യൂട്യൂബ് ചാനലിൽ ഞാൻ രാവിലെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഒരു ക്യൂട്ട് ഡോക്ടർ, നല്ല നല്ല എന്താ പറയുക, നമുക്ക് എല്ലാം അങ്ങനെ ഇരുന്ന് പറഞ്ഞ് തരണുണ്ട് കേട്ടോ. അതിൻ്റെ വലിയൊരു ക്വാളിറ്റി എനിക്ക് അങ്ങനെ എല്ലാ ഹോസ്പിറ്റലൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ A to Z കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തന്നു. കുഴപ്പമൊന്നുമില്ല. ആ ഒരു കുഞ്ഞൊരു ഉണ്ടായിരുന്നു, അത് റൂട്ട് കനാലൊന്നും ചെയ്യേണ്ട, തൽക്കാലം നടച്ചാൽ മതി. പിന്നെ ബാക്കി ഒന്നും സീനില്ല. അപ്പം നാളെ തന്നെ ചെല്ലണം. ഇനി പറഞ്ഞു നിൽക്കാതെ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം. കൈ മുറിയുന്നുണ്ട് എനിക്ക്. അപ്പം ഞാനിത് ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം കേട്ടോ. അപ്പം യൂണിഫോം മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം മീൻ വറക്കാം. നമ്മൾ ഇന്നലെ ചൂര മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, കറി ഇരിക്കുന്നുണ്ട്. നല്ല നാളികേരച്ച് വെച്ചുകൊണ്ട് പിന്നെ കറിക്ക് വലിയ കോട്ടൊന്നും തട്ടിയിട്ടില്ല. അപ്പം അവർക്ക് പൊറോട്ട കഴിക്കാനുള്ള കറി അതിനകത്തുണ്ട്. പിന്നെ മീൻ വറക്കാം. രാത്രി വല്ല തൈരോ അല്ലെങ്കിൽ എന്തെങ്കിലും മുരിങ്ങടെല്ലാം ഉണ്ട് താളിക്കാം. അപ്പോൾ ചേച്ചി കൊടുത്താച്ചാൽ നമുക്ക് ആദ്യം മീൻ വറക്കാം. ഓക്കെ, മീൻ വറക്കാൻ വെച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. എനിക്കിത് ഈ പറഞ്ഞ പോലെ വേദനല്ല, എനിക്ക് വേദനയെക്കാട്ടിലും കൂടുതൽ പേടിയാട്ടോ സംഭവം. ഞാൻ ചിന്തിച്ചു കൂട്ടും, എനിക്ക് തന്നെയാണ് സംഭവം സീനാണ്. അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇനി അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ടായി, വയലായി പോയി കാണിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമല്ലേ എന്ന് വിചാരിച്ചിട്ട്. എന്തും നമ്മളിങ്ങനെ കൂട്ടി വെച്ചത് ഏറാൻ വേണ്ടിയിട്ട് വലിയ അപ്പാടൊന്നുമില്ല. അപ്പോൾ നമുക്കിനി മീൻ വറക്കാൻ വെച്ചിട്ട് കുറച്ച് ഡ്രസ്സുകളുണ്ട്, അതൊന്നും വലിയേ ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ടൊന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല, ഉള്ളത് എടുക്കാം, അല്ലെങ്കിൽ മഴ വരും. പിന്നെ ഇപ്പം എന്താ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഇന്ന് കുഞ്ഞൊരു ബ്ലോഗാണ് കേട്ടോ, നമ്മൾ ക്ഷമിക്കണം. വലിയ ആനക്കാര്യം അല്ലെങ്കിലും ചേച്ചിയുടെ വീഡിയോയിൽ വലിയ ആനക്കാര്യം ഒന്നും ഇല്ലല്ലോ എന്ന് പറയാം, എനിക്ക് സങ്കടം കേട്ടോ. അങ്ങനെയല്ല, ഞാൻ എന്താ പറയുക, ഇത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഇന്ന് പോകുമ്പോൾ പിന്നെ മുതലേ വീഡിയോ എടുക്കാൻ മടി, സാധാരണ കുടുങ്ങി കഴിഞ്ഞാൽ തന്നെ പോയി കാര്യം. ഇപ്പം ഇത്തിരി മടി കൂടുതലാണ്, അതില്ലാന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ ആദ്യം മുതൽ നമ്മളൊന്ന് സ്റ്റാർട്ടിങ്ങിലേക്ക് വരണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. എനിക്ക് മൈൻഡ് ഔട്ടായ ഒരു കുന്തം ചെയ്യാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ ഒരു സാധനം. അപ്പോൾ ഏതായാലും ഇനി മൈൻഡൊന്നും ഔട്ടല്ല, മൈൻഡൊക്കെ ക്ലിയറാണ്. മീൻ വാർത്തിട്ട് നമുക്ക് കുഞ്ഞ് ഒരു വ്ളോഗാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. എൻ്റെ കടലെന്ന് പറയുന്നത് നമുക്ക് ഇന്ന് മഴ പെയ്യും, നല്ല മഴക്കാറുണ്ട്. 4:30 ആയിട്ടുള്ളൂ, പക്ഷേ ഒരു 5-5:30 6 മണിയുടെ ഒക്കെ പ്രതീതിയായി ഇപ്പം തന്നെ. ഞാൻ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ചെയ്തു കേട്ടോ. നടക്കാൻ ദൂരെയുള്ള പിന്നെ അങ്ങനെ വെച്ച് പിടിച്ചു. ഇല്ലെങ്കിൽ എനിക്ക് നടക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തില്ല. ഞാൻ ഓട്ടോ വിളിക്കാറാണ് പതിവ്, പക്ഷേ ഇന്ന് ഞാൻ വിളിച്ചില്ല ഗൈസ്, വിളിച്ചില്ല. നമുക്കിനി മീമി വറക്കാം. കാണുന്നുണ്ടോ ഇത്? ഓക്കെ, ഇപ്പം കാണുന്നുണ്ട്. ഇതിൽ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഒരു കളിയുണ്ട്. അപ്പോൾ അത് കാരണം എന്താവും ഏതാവും എന്നുള്ളത് ഒരു മിനിറ്റ് പോരാ. ഇതാണ് കുറച്ചും കൂടെ ക്ലാരിറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല കൂടിയാവും. അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള മീൻ മാത്രം വറക്കാം. മീൻ മാത്രം, നമുക്ക് ഇപ്പയ്ക്കുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. നാളേക്കുള്ളത് മാറ്റി വയ്ക്കാം. 3 കഷ്ണം വലുതും കുഞ്ഞാപ്പൊന്നും ഇല്ല ഇതിനകത്തൊക്കെ എന്താടാ നാളേക്ക് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ പൊറോട്ടയുടെ കൂടെ അവർക്ക് ഓരോന്നും കൊടുക്കാം. ഞാൻ രാത്രി വിളിക്കും. പിന്നെ ബാക്കിയിരിക്കുന്ന മീൻ ഞാൻ ഫ്രിഡ്ജിൽ അങ്ങോട്ട് തിരിച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി നാളേക്കും കൂടെ വറക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രിക്കും കൂടെ ഉള്ളതാണ് ഞാൻ വറുത്തിട്ടുള്ളൂ. ബാക്കി മസാലയൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നതല്ലേ, നാളെയും കൂടെ എടുത്തുമ്പോഴേക്കും അതങ്ങോട്ട് തീർന്നോളൂ കേട്ടോ. നമ്മളിപ്പോൾ മിനിഞ്ഞാന്ന് 2 ഐറ്റം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ചൂരയും മാന്തളും. അപ്പോൾ അതിൽ ബാക്കിയുള്ളതാണ് ഇത്. ഇനി മറക്കാൻ വെച്ചിട്ട് അതൊന്ന് വറക്കണ സമയം കൊണ്ട് മൂക്കണ സമയം കൊണ്ട് ഞാൻ എന്താക്കാച്ചാൽ പുറത്തുള്ള ബാക്കി പരിപാടികൾ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവധില്ല കേട്ടോ. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദന അല്ലെങ്കിലും ഈ കൈവേദനയും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പല്ലുവേദനയും കൂടെ ആയപ്പോഴേക്കും തീർന്ന്. പല്ല് വേദന അല്ല, എനിക്കിങ്ങനെ ആ ഒരു മോണഭാഗത്ത് ഒരു വീക്കും പെയിനും ഒക്കെ ആയിട്ട് നീരിറക്കത്തിൻ്റെ ആണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അവർ പറയുമ്പോൾ നമുക്ക് കൂടുതലൊരു ആശ്വാസമാണല്ലോ. പിന്നെ ഇതാ നമ്മൾ വിരിച്ചിട്ടായിരുന്ന തുണികളൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. മഴ ഇങ്ങനെ മൂടി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴാണ് പെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ വേഗം ഇത് പെറുക്കിയെടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കാം. പിന്നെ അത് രാത്രിയിൽ എനിക്ക് എൻ്റെ കൈ ഒഴിവുള്ള സമയത്താണ് മടക്കി വയ്ക്കുക, അല്ലെങ്കിൽ പൂച്ചിട്ടി മടക്കി വെച്ചോളേ. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അടിച്ച് വാരിടന്ന് തുടയ്ക്കാനുള്ള ഒരു ആവതില്ല എനിക്ക്.
എനിക്ക്. അതുകൊണ്ട് ഇപ്പം ഇന്ന് തുടക്കലുണ്ടാവില്ല. ഇനി അഥവാ എൻ്റെ മനം മാറിയിട്ട് ചിലപ്പോൾ ഞാൻ തുടച്ചുകൂടായില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലായിടും ഒന്ന് അടിച്ചു വാരിയിട്ടും നമുക്കിവിടെ അല്ലേ 2 ദിവസം കൂടുമ്പോൾ തുടച്ചാലും മതി കേട്ടോ, അല്ലെങ്കിൽ ഒന്നരാടം തുടച്ചാലും മതി. അങ്ങനെ വൃത്തിയോടോ കാര്യങ്ങളോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല. അടിച്ചു വാരിയിട്ടാൽ തന്നെ ഒരു വൃത്തിയായിരിക്കും. പക്ഷേ എന്താ വെച്ചാൽ നമുക്കൊരു മനസ്സുഖമാണല്ലോ ഈ തുടച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക്. വിളക്ക് കൊളുത്തുന്നതിൻ്റെ മുന്നിൽ എല്ലായിടും ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് പിന്നെ ഒട്ടും വയ്യെങ്കിൽ ചെയ്യാണ്ട് ഒരു മാർഗ്ഗമില്ല, ചെയ്യാതിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ വെയിലെങ്കിലും ചെയ്യും അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ ഈ ഒരു റൂം നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പൂജട്ടിയും കണ്ണൻകുട്ടിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അവിടെയും ഞാൻ ആ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിരിപ്പും കൂടെ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഇത് ഞാൻ തന്നെയാണ് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമ്പോൾ ഒന്ന് ചുളിഞ്ഞ് കിടക്കണതാണ്. അങ്ങനെ വൃത്തിക്ക് കിടക്കുമ്പോൾ ഒരു രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുമ്പോൾ എൻ്റെ കൈ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഒരു വൃത്തിയാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലായിടവും വൃത്തിയാക്കി അടിച്ചു വാരി റെഡിയാക്കിയിട്ട്, ഈ അടിച്ചു വാരുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. എനിക്ക് ഈ ഒരു പെയിനുള്ള കാരണം എനിക്ക് എത്ര അങ്ങോട്ട് അടിച്ചാലും കൂടെ നീങ്ങില്ല. ഈ കൈൻ്റെ ഇവിടെ നിന്ന് മുറിഞ്ഞു പോണ പോലെ തോന്നും. പിന്നെ ഇപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ വേറെ മാർഗ്ഗമില്ല. പിള്ളേരൊക്കെ വരണ വരെ സമയം കാത്തിരുന്നാൽ നമുക്ക് വിളക്ക് വയ്ക്കേണ്ട സമയവും കഴിയും. പിന്നെ അവർ അവിടുന്ന് അത്രയും ദൂരം നടന്ന് വന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ വയ്ക്കില്ലെങ്കിൽ ചിലപ്പോൾ ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലൊക്കെ അടിച്ച് വാരി എടുത്തിടും. എന്നിട്ട് ചിലപ്പോൾ ഈ പിള്ളേർ ഈ കഴിച്ചതിൻ്റെ ഈ പാക്കറ്റും കവറൊക്കെ അവിടെ ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ കുത്തി തിരികെ വെച്ചിട്ടുണ്ടാവും. ഞാൻ അടിച്ചു വരുമ്പോഴായിരിക്കും അതൊക്കെ കിട്ടുക. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് കട്ട് ചെയ്തതിൻ്റെ തുണികളും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമുക്ക് അടിച്ചു വരുമ്പോൾ ഉണ്ടാവുള്ളൂ. അതൊക്കെ കയ്യിൽ പെറുക്കി എടുത്തിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റിലും ഇടും. ബാക്കിയുള്ള കാര്യങ്ങൾ കത്തിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. എന്നിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ കൈയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ മീൻ ഇതാ മൂത്ത് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തിരിച്ചും മറിച്ചിടാമെന്ന് വിചാരിച്ചു. ഇത് മൂക്കണ വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പണി അവിടെ കിടക്കും ചെയ്യും. പിന്നെ ഞാൻ വെറുതെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കണ്ടേന്ന് വെച്ചിട്ടാണ് ബാക്കിയുള്ള പണികൾ വേഗം കൈയോടെ അങ്ങോട്ട് തീർത്തത്. വൈകുന്നേരം ആയില്ലോ, പിള്ളേർ വരുമ്പോഴേക്കും എല്ലാം കൂടെ ഒതുക്കി വെച്ചാൽ പിന്നെ സമാധാനമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി രാത്രിയിൽ കഴിക്കുന്ന സമയത്താണ് ചോറ് ഉണ്ടാക്കുള്ളൂ. പൊറോട്ട ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എല്ലാവർക്കും വൈകിട്ട് അത്ര വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. കുറച്ചുകൂടെ വൈകിട്ടായിരിക്കും നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. പിന്നെ എനിക്ക് തലവേദന എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഞാൻ എന്താക്കി ഒരു 1/2 ഗ്ലാസ് ചായ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ലൈവിൽ കയറിയ സമയത്ത് പിള്ളേർ ചായ കുടിച്ചോളൂ ചേച്ചി തലവേദന മാറും. എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ടെൻഷനായതായ ചായ കുടി, തലവേദന ചായ കുടി അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാനിത് ആ മീനൊക്കെ മൂത്തൊരു ഭാഗമായി. ഈ ചായ അവിടെ വരെ ഇത്തിരി നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ചായക്ക് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് തിളച്ചിട്ട് പൊടിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുക. അപ്പോൾ ഒരു എനർജി ഉണ്ടാവുമല്ലോ. എനിക്ക് ഇത്തിരി പൊടി മതി. അതുകൊണ്ട് ഞാൻ ഈ കയ്യിൽ പിച്ചെടുത്തിട്ട് ഇടുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. പാൽ ചായ ആണെങ്കിൽ ഇത്തിരി സ്ട്രോങ്ങിലാണ് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. ഒരു കാര്യം കേൾക്കണോ, നമ്മളിവിടെ നിന്ന് കറിവേപ്പില നട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ നല്ലോണം ഇതിങ്ങനെ തളിർത്ത് വന്നതായിരുന്നു കേട്ടോ. പക്ഷേ മിനിഞ്ഞാന്ന് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഏത് മഹാദ്രോഹിയാണാവോ എല്ലാ ഇലയും പിച്ചി പോയിട്ടുണ്ട്. ഞാനത് മാത്രം ഈ മഹാഭാവം ചെയ്തത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഉണ്ടായിരുന്നില്ല, ഇല്ലാത്ത ദിവസം നോക്കിയിട്ടാണ് ചെയ്തല്ലോ. എല്ലാം പിച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തൈ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നല്ലോണം ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. അത് നോക്കുമ്പോൾ നുള്ളി പോയിട്ടുണ്ട് മൊത്തത്തിൽ. എല്ലാം മാത്രം നുള്ളി എടുത്തേക്ക് കണ്ടിട്ട് ഭയങ്കര ഇടങ്ങാറായി. ഞാനതിനെ ഇങ്ങനെ പൊന്നെ കരളയിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആരായാലും കിട്ടിയവരിപ്പോൾ ഈ പറഞ്ഞ പോലെ അത്ര ഇല്ലാത്തവരായിരിക്കും വന്നിട്ട് ഇതൊന്നൊക്കെ നുള്ളിപ്പോയിട്ടുണ്ടാവുക. അല്ല ഞാൻ എന്താ പറയുക, ഞാനതിങ്ങനെ എന്നും വന്ന് നോക്കും. നിങ്ങൾക്ക് അറിയണ കാര്യമില്ല, ഞാൻ എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കും, പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കും. ഇവിടെ നമ്മുടെ ചേച്ചിമാരൊക്കെ യൂട്യൂബിലെ ചേച്ചിമാരൊക്കെ പറയാറില്ലേ പച്ചക്കറി വേസ്റ്റ്, കഞ്ഞിവെള്ളം തിളപ്പിച്ചാറേ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഏതോ ഒരു സാമദ്രോഹി വന്ന് ചെയ്ത പണിയാണ്. ഏതായാലും അവർക്ക് അങ്ങോട്ട് തികയട്ടെ അങ്ങനെ വിചാരിച്ചു. ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ടതാണെങ്കിൽ ഉണ്ടാവുമല്ലോ. ഞാൻ ഗേറ്റ് പൂട്ടിയിട്ടാണ് പോവാറ് മിക്ക സമയങ്ങളിലും. പക്ഷെ അന്ന് ഞാൻ എന്തോ അത് ചെയ്തില്ല. നമ്മളിപ്പോൾ അങ്ങനെ അത്ര അങ്ങോട്ട് ആലോചിക്കില്ലല്ലോ. ഇനി എന്തായാലും ഗേറ്റ് പൂട്ടിയിട്ടേ പോവുള്ളൂ. അങ്ങനെയൊക്കെ ഓരോ കഥ ഗൈസ്, കഥൻ്റെ കഥ. മീമിയുടെ സ്മെല്ല് കേട്ടിട്ടാണോ, മീ വറുത്ത സ്മെല്ല് കേട്ട് വന്നതാണോ? ഹലോ, ഒരു മൈൻഡില്ലാണ്ട് പോവുക. വാടാ മീമി, വേണ്ടേ? വേണ്ടേ? തരാം, അവിടെ നിൽക്കാവട്ടെ കേട്ടോ. അവിടെ നിൽക്കിപ്പോൾ തരാം. അതേ ഉള്ളൂ, വറുത്ത മീൻ തരാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അത് വേണ്ട, എനിക്ക് മത്തി എനിക്ക് വേണ്ടേ? കഴിക്കാതെ ഞാനും കൂടെ കഴിക്കാണ്ട് തന്നല്ലേ, കഴിക്കടാ. അഹങ്കാരി കണ്ടാ പോണ്. വേണ്ടെങ്കിൽ വേണ്ട, എന്താ
പൂച്ചക്കുട്ടീനോട് ഒന്ന് രണ്ടും പറഞ്ഞു നിന്നിട്ട് വറുത്തേൻ്റെ മണം കിട്ടിയിട്ട് കറി വെച്ചത് കൊടുത്തത് പറ്റാഞ്ഞിട്ട് എന്താണാവോ അത് കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് എനിക്ക് കണ്ണൻകുട്ടി വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും. ഐസ് സിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ്, ആ മഞ്ഞ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ണൻകുട്ടിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അതിൻ്റെ ചോയ. പക്ഷേ എനിക്ക് അതൊരു പ്രാവശ്യം കഴിച്ചപ്പോൾ ഞാൻ അഡിക്റ്റായി. അപ്പോൾ അവൻ എന്തെങ്കിലും ആയിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. വണ്ടിക്കൂലിക്ക് കൊടുക്കണേന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോയിട്ട് പണി മാറ്റി വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർ കൊണ്ടുവരുമല്ലോ എന്ന് വിചാരിച്ച് കാത്തിരിക്കില്ലേ, അതുപോലെയാണ് ഇപ്പം വരുമ്പോൾ ഞാനിപ്പോൾ കേട്ടോ അങ്ങനെയായി. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവൻ കൊണ്ടുവരും എനിക്ക് കഴിക്കാൻ. അപ്പോൾ അത് ഞാൻ വേഗം ഫ്രിഡ്ജിലാക്കി വെച്ചു. എന്നിട്ട് പൂച്ചട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. പൊറോട്ടയും മീൻ വറുത്തതും. കണ്ണൻകുട്ടി ഇതിൻ്റെ ഇടയിൽ കഴിച്ചു പോയി. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൾ കഴിക്കാൻ അവൾക്ക് കൊടുത്തിട്ട് ഞാൻ വേഗം കുറച്ചെണ്ണം തിരുമ്പാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കഴിച്ചിട്ട് എൻ്റെ അടുത്ത് കാര്യം പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3-4 സാരികളുണ്ട്. നമ്മളതൊക്കെ സാരികളൊക്കെ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ കട്ടപ്പെട്ടിയിലാക്കിയിട്ട് അവിടെ നിന്ന് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അത് അങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ട് അതിലൊരു പൂപ്പൽ പോലെ വരണ പോലെ എനിക്കൊരു ഫീൽ ചെയ്തപ്പോൾ വെറുതെ നാശാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് 2-3 ആയിട്ട് അങ്ങനെ കുത്തി തിരുമ്പിടാറാണ്. ഈ ബ്ലൗസൊക്കെ കുറച്ച് പഴക്കം ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഞാൻ വർക്ക് ചെയ്യാൻ പോണ സമയത്ത് ഫിനാൻസിൽ പോയ സമയത്തൊക്കെ സ്റ്റിച്ച് ചെയ്തോർന്നാണ്. ഇപ്പോൾ കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളില്ലായിരിക്കും. ഇനി എങ്ങാനും സ്റ്റിച്ച് പൊട്ടിച്ചിട്ട് കൊള്ളുമെന്ന് നോക്കണം. നമുക്ക് വല്ല ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ബ്ലൂ കളർ ബ്ലൗസ് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുത്തിക്കൊള്ളിച്ചിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് അലക്കിയിടുന്നുണ്ട് കേട്ടോ. ഈ സാരിയിൽ ഇപ്പം ഞാൻ ആ ഇപ്പം ഈ കുത്തി തിരുമ്പിടുന്ന സാരിയില്ലേ, അത് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഓട്ടോ വന്നിട്ടുണ്ട്. പഴക്കമായിട്ടാണ് തോന്നുന്നു. ഒരുപാട് വർഷമായി, ഒരു 8-10 വർഷത്തിൻ്റെ ഒക്കെ മേലെ ആയില്ലോ. അപ്പോൾ അത് കാരണം അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ടോപ്പാക്കി സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കും. അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ ഞാൻ ഇത് ടോപ്പ് തുന്നാൻ വേണ്ടി പറ്റില്ല, പക്ഷെ നല്ലതാണ്, ഉടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ തിരുമ്പി ഇട്ടതാണ് കേട്ടോ. ബാക്കിയുള്ളതൊന്നും അലക്കാൻ വേണ്ടിയിട്ടില്ല. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയി നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ. മറ്റേത് ഞാൻ വിചാരിക്കും ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതങ്ങനെ പെൻഡിങ്ങിൽ കിടക്കും. അപ്പോൾ അതൊക്കെ അലക്കൽ കഴിഞ്ഞ് വിരിച്ചിട്ടാൽ രാവിലെ ആകുമ്പോഴേക്കും അത് വേഗം കാറ്റ് ഓടുമ്പോഴേക്കും അങ്ങോട്ട് ഉണങ്ങിക്കോളും. കനല്ലാത്തയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പൂജിട്ടിനോട് ചോദിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെ തോന്നി ഇങ്ങനത്തെ എടുക്കാമെന്ന്. ഞാനും ഇതിങ്ങനെ വിരിച്ചിടുമ്പോൾ പൂജിട്ടിനോട് എനിക്ക് എത്ര അന്തല്യാണാവും ഇങ്ങനത്തെ ഒക്കെ സാരി എടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ. അന്നൊക്കെ അല്ലേ ആദായം ഉണ്ടാവും. 100 രൂപയ്ക്ക് സാരിയൊക്കെ, 100 രൂപയ്ക്ക് 80 രൂപയ്ക്കൊക്കെ സാരി. ഇപ്പം ഇല്ല അത്. ഇപ്പം എല്ലാത്തിനും എങ്ങനെ പോയാലും 250, 300, 400 രൂപയുടെ മേലേക്ക് ആദായം എന്ന് പറയുന്നത് തന്നെ ഉടായിപ്പ. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ചാസിയയിൽ, NK ഫാബ്രിക്സിലൊക്കെ അങ്ങനെ ആദായത്തിന് അവർ വിറ്റൊഴിവ് പോലെ വെക്കുന്ന സമയത്ത് നല്ല ഓഫറിൽ നമുക്ക് സാരി കിട്ടും. അപ്പോൾ 2-3 സാരിയൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ. 90 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ ആകുമ്പോൾ 2-3 സാരികളൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരെല്ലാവരും കൂടെ പോയിട്ട് പിള്ളേരൊക്കെ കൂടെ പോയിട്ട് അങ്ങോട്ട് എടുത്തു പോരും. അപ്പോൾ അങ്ങനത്തേൽ പെട്ട സാരികളാണ് ഇതൊക്കെ. പിന്നെ അതാ ഞാൻ വേഗം പോയിട്ടൊരു കുളി പാസ്സാക്കി തല നനച്ചാണ്ട് കുളിച്ചു. ഇനി വിളക്ക് വെച്ചിട്ട് നമുക്കിനി ബാക്കി രാത്രിയിലൊരു ഫുഡ് ഉണ്ടാക്കിയാൽ മതി, ചോറുണ്ടാക്കിയാൽ മതി. തൈരും കാര്യങ്ങളൊക്കെ കൂട്ടി ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമ്മൾ 5K കഴിഞ്ഞു. ഒരു 10K ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഗീവ് അവേ കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ അതിനകത്ത് ടോപ്പ് കമൻറ്റർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാനും ഒന്ന് എന്താ പറയുക ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ, സീ യു.